ഹായ് ഹലോ നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചിക്കൻ ഫ്രൈ റോസ്റ്റ്. ഈ റെസിപ്പീനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പം നമുക്ക് ആ ഒരു മീൽസിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷനൊക്കെ കൊടുക്കുന്ന ബിരിയാണിയുടെ കൂടെയാണെങ്കിലും പുലാവിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ ഒരു സ്പെഷ്യൽ ഒരു ചിക്കൻ റോസ്റ്റ് തരും. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള റോസ്റ്റ്. അപ്പം ഞാൻ ഇന്നുണ്ടാക്കുന്നത് ആ റെസിപ്പിയാണ്. ഇത് പറഞ്ഞു തന്നത് എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കിലോ ചിക്കൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വിനാഗിരി ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിനെ ചിക്കനായിട്ട് ഫ്രൈ ചെയ്യുക. ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഔട്ടർ പോർഷൻ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. എന്നാൽ മാത്രമാണ് ആ ചിക്കൻ ഫ്രൈ റോസ്റ്റിന് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ ചിക്കൻ ഒന്ന് വറക്കാനിട്ടു. എനിക്കൊരു 4 ബാച്ചായിട്ടാണ് ഞാനിത് വറുത്ത് വെച്ചത്. ഇൻ ബിറ്റ്വീൻ ഞാൻ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനതിനെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ എൻ്റെ ചിക്കൻ മൊത്തം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റെസിപ്പിയുടെ വേറൊരു പ്രത്യേകതയാണ് ഇത്. ഇവർ ഫംഗ്ഷനൊക്കെ ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്യുമ്പോൾ വലിയ വാർപ്പിലോ ഉരുളിയിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതും ഇതിൻ്റെ ഒരു ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഉരുളിയിലൊക്കെ ഇട്ട് ചിക്കനോ അല്ലെങ്കിൽ വേറെ മീറ്റോ ഒക്കെ ഉണ്ടാക്കുമ്പം അതിനൊരു പ്രത്യേക സ്വാദാണ്. നന്നായിട്ട് മുരിഞ്ഞ് വരാനൊക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റെസിപ്പിയുടെ ഒരു ടേസ്റ്റ് ഒട്ടും കുറയാതിരിക്കാൻ വേണ്ടി വലിയൊരു ഉരുളി തന്നെ എടുത്ത് സ്റ്റൗവിൽ വെച്ചു. ഇന്നത്തെ പ്രിപ്പറേഷൻ ഇതിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാൻ ആദ്യം ഇട്ടത് സവാളയാണ്. ഒരു 5-6 സവാള എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞത്. അതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. പച്ചമുളക്, വേപ്പില. ഇനി ഇതൊരു 90% വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാനൊരു 4 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് വരണം. ഉരുളിയിലായതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. നന്നായിട്ട് വഴണ്ട് വന്നപ്പം ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. പൊടികളുടെ അളവ് ഞാൻ പറയുന്നില്ല. അത് നിങ്ങളെടുക്കുന്ന ആ ചിക്കൻ്റെ സ്വാദിനനുസരിച്ചും പിന്നെ ഓരോരുത്തരുടെ ചില ആൾക്കാർക്ക് മസാല കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം, എരിവ് കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ ആ പൊടികളുടെ ഒരു അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അളവിനനുസരിച്ച് പൊടികളിടുക. പിന്നീട് അതിൻ്റെ ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പം ഞാൻ അതിലേക്ക് കാഷ്യൂ പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 100 ഗ്രാം കാഷ്യൂസ് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരത്തെ ഇട്ട് വെച്ചിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്ന് കഴിയുമ്പം നമുക്ക് ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോസസാണ്. അപ്പം ഈ റെസിപ്പിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൽ സോസസ് ആഡ് ചെയ്യും എന്നുള്ളത്. സാധാരണ നാടൻ റെസിപ്പീസിൽ നമ്മൾ സോസസ് ഒന്നും ആഡ് ചെയ്യാറില്ലല്ലോ. അപ്പം ഇതും അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇത് ആ കറിക്കൊരു പ്രത്യേക സ്വാദ് കൊടുക്കും. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ ചില്ലി സോസും 4 സ്പൂൺ ടൊമാറ്റോ സോസുമാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാൽ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് ഉപ്പിട്ടാണ്, പിന്നെ സവാള വഴറ്റിയപ്പോഴും കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു. അപ്പം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് ഇതൊരു റോസ്റ്റാക്കി എടുക്കുക. അപ്പം ഈ തേങ്ങാപ്പാലിലൊക്കെ വീണ്ടും ആ ഒരു ചിക്കൻ പീസസ് കിടന്ന് അതിലൊന്ന് കുതിർന്ന്, എന്നാൽ അതിൻ്റെ ഔട്ടർ പോർഷൻ കുറച്ച് ഹാർഡും ക്രിസ്പി ആയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക സ്വാദാണ് ഈ ഒരു റോസ്റ്റിന്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നുമ്പം ഇത് ചുമ്മാ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിക്കോളൂ. ഇത് എന്തിൻ്റെ കൂടെയാണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ചുമ്മാ ഇരുന്ന് വേണമെങ്കിലും കഴിക്കാം. പിന്നെ അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി. ചോറിൻ്റെ കൂടെ ആയിക്കോട്ടെ, ചപ്പാത്തി, ഇടിയപ്പം, അപ്പം, പുലാവ്, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.